നമ്മെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള ഹോപ്പ് ചാനൽ പ്രേക്ഷകരെ, ഞാൻ വീണ്ടും ഈ ആഴ്ചയിലെ ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് നിങ്ങളേവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ആഴ്ചയിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചതിൻ്റെ തുടർഭാഗമാണ്. ഈ പാഠം ഒത്തുചേർന്ന് നമ്മോടൊപ്പം പഠിക്കുന്നതിനും നമ്മെ ഈ പാഠപഠനത്തിൽ നയിക്കുന്നതിനുമായി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം രണ്ട് വിശിഷ്ട അതിഥികൾ നമ്മോടുകൂടെ ചേരുന്നു. ഒന്നാമതായി പാസ്റ്റർ ഷെൽഡൻ പ്രീസ്ലി കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മോടൊപ്പം ചേരുകയാണ്. പ്രിയ പാസ്റ്ററിനെ പ്രത്യേകമായി ഈ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം പാസ്റ്റർ അരുൺ SK അദ്ദേഹവും നമ്മോടുകൂടെ ഇന്നുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ചയിൽ നാം സങ്കീർത്തനങ്ങളിൽ എന്ന ആ പാഠത്തെ ആസ്പദമാക്കി തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് മനപ്പാഠവാക്യമായി ലഭിച്ചിരിക്കുന്ന വാക്യം എന്നുള്ളത് സങ്കീർത്തനങ്ങൾ 67-ൻ്റെ 3, 4 എന്നീ വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോടെ വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. പാഠപഠനം തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് പാസ്റ്റർ അരുണിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായി സ്വർഗത്തിൽ വസിക്കുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾ പാഠം പഠിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകി ഉയർത്തുന്നേറ്റിരിക്കുന്ന അരുമനാഥനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ. സങ്കീർത്തനങ്ങൾ എന്നുള്ളത് ഒരു പുസ്തകം, ഒരു സോങ് ബുക്ക് മാത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ പല ഇമോഷനുകളും നമ്മളതിൽ കാണുന്നുണ്ട്. സങ്കടങ്ങൾ, കഷ്ടങ്ങൾ. നാം 46-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ അതൊരു വലിയ പ്രത്യാശ അല്ലെങ്കിൽ കഷ്ടങ്ങളിലെ ഒരു തുണ എന്നൊരു രൂപത്തിൽ ദൈവത്തെ കാണിക്കുന്നു. പാസ്റ്റർ അരുൺ, 46-ാം സങ്കീർത്തനം നാം വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ അന്ത്യകാലത്തിലേക്ക് എന്ത് പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്കറിയാം, കഷ്ടങ്ങൾ ആദ്യം മുതലേ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടം ആരംഭിക്കുന്നതെന്ന് പറയപ്പെടുന്നത് പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതോടുകൂടെയാണ് കഷ്ടങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്നാൽ കഷ്ടങ്ങൾക്ക് പരിഹാരം ദൈവം നൽകിയിട്ടുണ്ട്. ഈ അന്ത്യകാലത്ത് നമ്മൾ നോക്കുമ്പോൾ അന്ത്യകാലത്തിൽ വളരെയധികം കഷ്ടതകൾ നേരിടേണ്ടതായി വരും. കാരണം വചനത്തിൽ തന്നെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനി വരുന്നതായ നാളുകളെന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കഷ്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നതായ ഒരു വ്യക്തിയുണ്ട്. പാപം ചെയ്യാതെ തന്നെ നീതിമാനായി, നേരുള്ളവനായി, സത്യസന്ധനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതായ ഒരു വ്യക്തിയെ എടുത്തു പറയുന്നുണ്ട്, ഇയ്യോബ്. ഇയ്യോബ് എന്ന് പറയുന്നതായ വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചതായ വ്യക്തിയായിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് വളരെയധികം കഷ്ടമേറിയതായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നു. സ്വന്തം ഭാര്യ തന്നെ പറയുന്നു, എന്താണ്, ഈ കഷ്ടതകളും വേദനകളും വന്ന് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി തൻ്റെ കൂടെ നിൽക്കേണ്ടതായ സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഭർത്താവിനോട് പറയുകയാണ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നീ പോയി ചാകുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവമാണ് എല്ലാം തന്നത്, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ത്? ദൈവം തന്നു, ദൈവം എടുത്തു. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതകളുണ്ടാകും. ഈ 46-ാം അധ്യായം പഠിക്കുമ്പോൾ കഷ്ടങ്ങളിൽ തുണ ദൈവം ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, കഷ്ടതകൾ ചിലപ്പോൾ നമുക്ക് വരുന്ന കഷ്ടത അത് ചിലപ്പോൾ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോയേക്കാം. ചിലപ്പോൾ എന്തു ചെയ്യാം, അത് ജീവനിലേക്കും കൊണ്ടുപോയേക്കാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമുക്ക് അത് വിലയിരുത്തുവാൻ തക്കവണ്ണം ഇപ്പോൾ അതുപോലെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവർ മരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു എങ്കിൽ ആ തീയിലിട്ടപ്പോൾ തന്നെ അവർ മരിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അവരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു.
സാക്ഷിയായിട്ട് നിർത്തുക. അതുപോലെ അന്ത്യകാലത്തും എന്തു ചെയ്യും? ചിലരെ എന്തു ചെയ്യും? സാക്ഷിയായി നിർത്തും, ചിലർ മരണത്തിന് വിധേയമായി മാറും. അതുകൊണ്ട് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് നോക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക. 46-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവം നമുക്ക് തുണയായിരിക്കും. ആമേൻ, ആമേൻ. നന്ദി പാസ്റ്റർ അരുൺ. പാസ്റ്റർ ഷെൽഡൻ, നാം ഇരമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും മുൻപായി എന്താണ് ഈ ഭൂമിയുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഇവിടെ പറയുന്നത് ഇരമ്യാവിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം, ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശം ഇല്ലാതെ ഇരുന്നു. ഇവിടെ ഭൂമി അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നതിന് മുൻപുള്ള അവസ്ഥ ഭൂമിക്ക് വീണ്ടും വരുന്നു, അല്ലെങ്കിൽ അതാണ് അവസ്ഥ എന്നിവിടെ പറയുകയാണ്. ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിക്ക് മുൻപ് ഭൂമിയുടെ അവസ്ഥ, ഈ ഒരു അവസ്ഥ കാരണമാണ് കർത്താവായ യേശു ക്രിസ്തു പുതിയൊരാകാശവും പുതിയ ഭൂമിയും തരുന്നത്. എന്താണ് ആ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ പാപം മുഖാന്തരം പ്രകൃതിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ പാപമുഖാന്തരം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, പ്രകൃതിക്ക് മാറ്റം ഉണ്ടായിരുന്നു. അത് ലിറ്ററലി ആയിട്ട് പറയുന്നു. പിന്നെ നാം നോക്കുമ്പോൾ, ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഇവിടെ പ്രകാശം തരുന്നില്ല എന്നിവിടെ പറയുന്നു. അതിൻ്റെ ആത്മീയ അർത്ഥം നാം നോക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 19 പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രശസ്തമാക്കുന്നു. കൈവേലെ പ്രശസ്തമാക്കുന്ന ഒരേ ഒരു ദിവസം ദൈവം നമുക്ക് നൽകിയുള്ള ശബദ് ലംഘനവും ഇവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറയുന്നു. ആരും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നില്ല. അപ്പോൾ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നന്ദി പാസ്റ്റർ ഷെൽഡൻ. ഈ സമയം ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. അതിനുശേഷം നമ്മുടെ ഡിസ്കഷൻ തുടരാം. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാണാവുന്നതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും നിങ്ങളെ കാണുവാൻ സഹായിച്ചതിൽ ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്നു. നാം തുടർന്ന് ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് പഠിക്കുവാൻ പോവുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, തുടർന്ന് നാം ഈ ഭാഗം പഠിച്ചുകൊണ്ട് വരുമ്പോൾ അണ്ടർ ഹിസ് ഫീറ്റ്, അല്ലെങ്കിൽ അവൻ്റെ കാൽക്കീഴിൽ അടിയിൽ എന്ന് ഒരു വാക്ക് നാം കാണുന്നു. എന്താണ് ആ വാക്കിലൂടെ ലേഖൻ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ഭാഗം പറയുന്നത് ദുഷ്ടന്മാർ കാൽക്കീഴിൽ വന്ന് നിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അത് സംഭവിക്കും. അതായത് നാം അത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത്, നീതിമാന്മാരെ കർത്താവായ യേശു ക്രിസ്തു 2ാമത് വരുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ദുഷ്ടന്മാർ മരിച്ചു വീഴുകയും ചെയ്യും. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു നീതിമാന്മാരുമായി ഈ ഭൂമിയിലേക്ക് വരും. വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നീതിമാന്മാർ ദുഷ്ടന്മാരെ എന്തു ചെയ്യും? ന്യായം വിധിക്കും. അപ്പോൾ ആ ന്യായവിധിയുടെ ആ സമയം, കാരണം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പഠിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, സകല രാജ്യത്വവും ദൈവത്തിൻ്റെ കാൽക്കീഴിൽ ആകുന്നതായ ഒരു സമയം ഉണ്ട് എന്നുള്ളത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 46-ാം സങ്കീർത്തനത്തിൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവം ഭയങ്കരനായ ദൈവത്തെക്കുറിച്ച് എന്തു ചെയ്യാണ്? ദൈവം മഹത്വമുള്ള ദൈവമാണെന്ന് അന്ന് ഈ ഭൂമിയിലുള്ളതായ ദുഷ്ടന്മാർ തിരിച്ചറിയും. കാരണം ഇന്ന് ദുഷ്ടന്മാർ അതറിയാതെ എന്തു ചെയ്യാണ്? ലോകപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദൈവത്തിൻ്റെതായ മക്കളെപ്പോലും എന്തു ചെയ്യുന്നു? പീഡിപ്പിക്കുകയും കഷ്ടപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും ചെയ്യുകയാണ്. അവർ ഉല്ലസിക്കുന്നു. ഇന്ന് പലരുടെയും വേദനകളെ
കണ്ടിട്ട് അവർ രസിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അങ്ങനെ ആയിരിക്കും. നമുക്ക് തന്നെ അറിയാം, നിരവധി ദൈവത്തിൻ്റെതായ മക്കളെ ദുഷ്ടന്മാർ കൊന്നൊടുക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ പോലും എന്തു ചെയ്യുകയാണ്, കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ അവർ ഇന്ന് ലോക ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്തത്തെ ചൊരിയിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല, എന്നാൽ കർത്താവ് വരുന്നതായ സമയത്ത് അവർക്കതിൻ്റെതായ ശിക്ഷ നൽകപ്പെടും. അവർ ആ സമയത്ത് കാൽ കീഴിലാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നന്ദി പാസ്റ്റർ അരുൺ. പാസ്റ്റർ ഷെൽഡൻ, നാം തുടർന്ന് പഠിച്ചു വരുമ്പോൾ വെളിപ്പാട് 14 മത്തായി 26 75 സങ്കീർത്തനങ്ങളൊക്കെ പഠിക്കുന്നതിലൂടെ ഈ രക്തവും വീഞ്ഞും എന്ന വാക്കുകളോട്, ആ വാക്കുകളിൽ നിന്ന് എന്ത് അർത്ഥം, എന്ത് ആണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്? ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വീഞ്ഞായി, അല്ലെങ്കിൽ അതിനെ പ്രതീകം ചെയ്യുന്ന വീഞ്ഞായി നമ്മൾ ഭക്ഷിക്കുന്നത്. പക്ഷേ അത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകവും സങ്കീർത്തനങ്ങളിലും പറയുന്നത് വീഞ്ഞ് ദൈവത്തിൻ്റെ ക്രോധകലശം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധവീഞ്ഞ്. അവിടെ വീഞ്ഞെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടാമത് പറയുന്നത് മദ്യമെന്ന് പറയുന്നുണ്ട്, ക്രോധമദ്യം. അപ്പോൾ ഇത് രണ്ടായിട്ടാണ് നാം ഇത് കാണേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, 2 ക്രോധമദ്യം. എന്നാൽ ഇതൊന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. നമ്മൾ വീഞ്ഞ് നമ്മൾ വെച്ചിട്ട് കുറേ ദിവസം വയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യും? മദ്യമായി തീരും. അത് നമ്മൾ ഭക്ഷിക്കുവാൻ പാടില്ല, പുളിപ്പോടുകൂടെ മദ്യമായി തീരും. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം മാനവരാശിക്ക് നൽകിയിട്ടുണ്ട്. ആ മാനവരാശിക്ക് ക്രിസ്തുവിൻ്റെ രക്തം നൽകി, അത് ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെയും ആ രക്തം ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ കൃപയുടെ വാതിൽ അടയുന്നത് വരെ. അത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവസാനം ക്രോധമദ്യമായി നമ്മളുടെ മേൽ വന്ന് ഭവിക്കും. അതുകൊണ്ടാണ് അവിടെ രക്തവും വീഞ്ഞുമെന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വീഞ്ഞായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. തിരുവത്താഴം എടുക്കുന്ന ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് രക്ഷയ്ക്കായി എന്ത് ചെയ്തു? നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ ആ തിരുരക്തം നമ്മൾ സ്വീകരിക്കാതെ, ആ വീഞ്ഞ് നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ വീണ്ടും പാപം ചെയ്തു, നമ്മൾ വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? അത് ക്രോധമദ്യമായി ഒരു ദിവസം നമ്മളുടെ മേൽ വരും. വേറൊരർത്ഥത്തിൽ എനിക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ, ഒരുവൻ ഒരു പ്രദേശത്തുണ്ടായിരിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് അറിയാതെ അവൻ ആയിരിക്കുകയാണെങ്കിൽ, ദൈവവചനം അറിയുന്ന സഭയായ നാം അവൻ ആ ദൈവവചനം പറഞ്ഞു കൊടുത്തില്ല, അവൻ ആ പാപത്തോടുകൂടെ മരിക്കുകയാണെങ്കിൽ അവൻ്റെ രക്തം എന്തു ചെയ്യും? നമ്മുടെ തലമേൽ നിൽക്കും. ആ ക്രോധം നമ്മുടെ തലമേൽ നിൽക്കും. പക്ഷേ നമ്മൾ പാപം പറഞ്ഞു കൊടുത്തു, അവനത് മനം തിരിഞ്ഞില്ല എങ്കിൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരനായ നാം ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രക്ഷ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്ക് വേണ്ടിയുള്ള രക്ഷയ്ക്കും കൂടെ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ക്രോധമദ്യമായി നമ്മുടെ മേൽ വന്ന് ഭവിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രക്തമെന്ന് പറയുന്നത്, വീഞ്ഞെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അതേ വീഞ്ഞ് തന്നെ, അതേ രക്തം തന്നെ ക്രോധമദ്യമായി നമ്മളുടെ മേൽ വന്ന് ഭവിക്കുവാൻ പോവുകയാണ്. പിന്നെ അപ്പോൾ വീണ്ടും ഒന്നുണ്ട്, അവിടെ വേശ്യാവൃത്തി കഴിക്കുന്ന അവളുടെ കയ്യിലൊരു മദ്യമുണ്ടെന്ന് പറയും, ഒരു വീഞ്ഞുണ്ടെന്ന് പറയുന്നത്. അത് വേറെ ഒരു രീതിയെ സൂചിപ്പിക്കുന്നത്. അത് നമുക്കിതിൽ ഇപ്പോൾ പഠിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോഴുള്ള
ദൈവത്തിൻ്റെ കയ്യിലുള്ള ക്രോധമദ്യവും തിരുവത്താഴത്തിൽ നമ്മളുള്ള മദ്യവും ദൈവത്തിൻ്റെ ആ രക്തമാണ്. അതിനെ ക്രോധമാക്കുന്നതിന് മുമ്പേ സ്വീകരിച്ച് രക്ഷയുടെ മാർഗത്തിൽ കടക്കുക. നന്ദി പാസ്റ്റർ ഷെൽഡൻ. അപ്രകാരം ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടേതാണ്. അതിനുശേഷം നമ്മുടെ ഡിസ്കഷൻ തുടരാവുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാവുന്നതാണ്. അതുവരെയും കാത്തിരിക്കുക. ഞങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ വചനം ഒരുമിച്ച് നമുക്ക് പഠിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ആമേൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. തുടർന്ന് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, സങ്കീർത്തനം 67 നാം നോക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നിന്റെ രക്ഷ എല്ലാ ജാതികളിലും അറിയേണ്ടതിന് തന്നെ എന്ന്. എന്താണ് ദൈവത്തിൻ്റെ രക്ഷ? ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് പാപമാണ് മനുഷ്യൻ്റെ രക്ഷയെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായത്. നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ പറയുന്നത് രക്ഷ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പാപത്തിൽ നിന്നും ഉള്ളതാണ് രക്ഷ. പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷാവിധിയിൽ നിന്നുള്ളതായ ഒരു വിടുതലാണ് രക്ഷ എന്ന് പറയപ്പെടുന്നത്. ആ രക്ഷ ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 4:12 പഠിക്കുമ്പോൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ യോഹന്നാൻ വിളിച്ച് പറയുന്നതായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് വേണ്ടി മരുഭൂമിയിൽ വിളിച്ച് പറയുന്നുണ്ട്, ഒരു രക്ഷകൻ വരുവാൻ പോവുകയാണ്, ആ രക്ഷകനെ പിൻപറ്റണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ രക്ഷകനിലൂടെ മാത്രമേ മാനവകുലത്തിന് രക്ഷ ലഭിക്കുകയുള്ളൂ. രക്ഷ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം നാശത്തിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. അവർ പലപ്പോഴും ദൈവത്തിൻ്റെതായ രക്ഷയെ അവർ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തിലുള്ളതായ ജനവും അതുപോലെയാണ്. ദൈവം നൽകുന്നതായ രക്ഷയെ തള്ളിക്കളയുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവം ഒരിക്കലും മനുഷ്യൻ നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യനാണ് ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നൽകിയത് തന്നെ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോഴും ആ പ്രവർത്തനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് പോയെങ്കിലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നു. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു എന്നെ പറയുന്നു, ഞാൻ പോകുന്നു, എൻ്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കും, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തും. അപ്പോൾ ഈ ബോധ്യം നമ്മിലുണ്ടാകുമ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായി ഉണ്ട്. അതാണ് ഈ സങ്കീർത്തന ഭാഗത്തിലും ദൈവം എടുത്തു പറയുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ രക്ഷ അത് വലിയതാണ്. അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള സ്നേഹമാണ്. പാസ്റ്റർ ഷെൽഡൻ, എപ്രകാരമാണ് ഈ ദൈവത്തിൻ്റെ വലിയ രക്ഷ നാം ഈ ലോകത്തോട് സാക്ഷീകരിക്കേണ്ടത്? ആ ചോദ്യം, സാക്ഷീകരിക്കുക, ആ വാക്ക്, അതൊരു വലിയൊരു വാക്കാണ്. താങ്കൾ അറിയിക്കുക എന്ന് പറഞ്ഞില്ല, പ്രസംഗിക്കുക എന്ന് പറഞ്ഞില്ല, താങ്കൾ ചോദിച്ച ചോദ്യം സാക്ഷീകരിക്കുക യഥാർത്ഥ വാക്കാണ്. കാരണം സാക്ഷീകരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ജീവിതത്തിൽ പകർത്തുക, പിന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അത് പ്രസംഗത്തിലൂടെ ആയിരുന്നാലും പഠനത്തിലൂടെ ആയിരുന്നാലും ജീവിതശൈലിയിലൂടെ ആയിരുന്നാലും. അപ്പോൾ സാക്ഷീകരിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരർത്ഥമുണ്ട്. അപ്പോൾ ഇത് എപ്രകാരം സാക്ഷീകരിക്കണം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ത്രിവിധ ദൂത് അതിൻ്റെ ആദ്യത്തെ ഭാഗം തന്നെ
പറയുന്നത് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. എന്തുകൊണ്ട് അപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പലർ പറയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുന്നു, എനിക്ക് ആ രക്ഷയുടെ ആവശ്യമില്ല. എന്നാൽ രക്ഷ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് ഒരു മനുഷ്യൻ്റെ മരണത്തോടുകൂടി നശിക്കുന്നത് അല്ല, അത് നിത്യജീവനിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആ രക്ഷ പ്രാപിച്ചവർക്കും ആ രക്ഷ പ്രാപിക്കാത്തവർക്കും ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. രക്ഷ കൈക്കൊണ്ടവർക്ക് നിത്യജീവനിലേക്കുള്ള ന്യായവിധിയും രക്ഷ കൈക്കൊള്ളാതെ ഇരിക്കുന്നവർക്ക് നാശത്തിലേക്കുള്ള ന്യായവിധിയും. രണ്ടാമത്തെ ദൂതിൽ പറയുന്നത് എന്താണ്? ഈ ഭൂമിയുടെ ബാബേൽ ഗോപുരം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ ഭൂമിക്ക് പൂർണ്ണമായിട്ടും ഈ ഭൂമിയെ ഇനി ഭൂമിയുടെ പൂർണ്ണ നാശം കുറിച്ചിരിക്കുകയാണ്. ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. അത് എപ്രകാരം പാസ്റ്റർക്ക് പറയുവാൻ സാധിക്കും? നമ്മൾ ഈ ഭൂമിയെ നോക്കിയാൽ മാത്രം മതി. ഓരോ ദിവസം കഴിയും തോറും വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ദൂതനിൽ എന്ത് പറയുന്നു? നല്ലത് പിടിച്ചുകൊള്ളുന്നവന് നല്ലത് വരും. മൃഗത്തിൻ്റെ മുദ്ര, തീയത് പിടിച്ചുകൊള്ളുന്നവന് എന്തെയും തീയതും വരുന്നു. അപ്പോൾ നമ്മൾ സാക്ഷീകരിക്കേണ്ടത് എന്തെന്നാൽ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സ്വഭാവം ഉണ്ടായിരിക്കുക. അതാണ് നാം സാക്ഷീകരിക്കേണ്ടതും ആ രക്ഷയെക്കുറിച്ചാണ് നാം ഉൾക്കൊള്ളേണ്ടതും നാം സാക്ഷീകരിക്കേണ്ടതും. താങ്ക് യു പാസ്റ്റർ ഷെൽഡൻ. ഇരുവർക്കും ഞങ്ങൾ ഇത്രയും നേരവും ഈ പാഠപഠനത്തിൽ നയിച്ചതിന് ഞാൻ എൻ്റെ നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ദൈവം നിങ്ങളെ ഇരുവരെയും ധാരാളമായി ഇനിയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം അവൻ്റെ വലിയ രക്ഷ അറിഞ്ഞ ദൈവത്തിൻ്റെ സഭ. അങ്ങനെയെങ്കിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു വലിയ സാക്ഷീകരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ഒരു ജനം തന്നെ. അതെ, അവൻ്റെ രക്ഷ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നൽകുക, പകരുക എന്നുള്ളത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കർത്തവ്യമാണ്. അത് ചെയ്യാൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു പാഠവുമായി കാണുവരെയും നമ്മെ ഇത്രയും നാളും കാത്ത ദൈവത്തിൻ്റെ അതേ കൃപ ഇന്നും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് ഇന്നും എന്നേക്കും മഹത്വം. ആമേൻ.